ദേവി. മുടങ്ങാതെ അമ്പലത്തിൽ വന്ന് എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സങ്കടങ്ങളെല്ലാം മാറ്റി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരണം. അഭി വാ. അമ്മു, കൊറേ നേരമായി എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട്. എന്ത് നിനക്ക് പറയാനുള്ളത്? കാര്യം പറ. എടാ, ഞാനിന്ന് അബിയെ കണ്ട്. ഏത് അബി? നിന്റെ പഴയ? അതിന് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയതല്ലേ? പിന്നെന്തിനാ നീ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നേ? എടേ, ബ്രേക്കപ്പ് ആയി എന്നും പറഞ്ഞ് എനിക്ക് അവനോടുള്ള സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല. മാത്രമല്ല, അവൻ്റെ കൂടെ ഒരു പെണ്ണിനെയും കൂടെ ഞാൻ കണ്ട്. എടി, നിങ്ങൾ പ്രേമിച്ച സമയത്ത് ഞാൻ ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്തിനാ പിരിഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. എന്താ യഥാർത്ഥത്തിൽ കാരണം? പറ എന്നോട്. എന്തായി പണിയൊക്കെ? ചേച്ചി, ആ ചിക്കൻ കറി ആയോ? കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യണതാ. അബി, എനിക്കിനോട് സംസാരിക്കണം. എടാ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി. ഇവിടെ നല്ല റെസ്റ്റ് ടൈം ആയിരുന്നു. കസ്റ്റമേഴ്സ്. അബി, എനിക്കിനോട് ഇപ്പൊ സംസാരിച്ചേ പറ്റൂ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. നീ അവിടെ വന്നാൽ മതി. ചേട്ടാ, ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് നോക്കിയേക്കോ. ചേച്ചി ഒന്ന് നോക്കിയേക്കണേ. അമ്മു, നീ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞ. എനിക്ക് അകത്ത് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. നിനക്കല്ലെങ്കിലും പണ്ട് എന്നെ കാണാൻ വരുമ്പോ എവിടെ ഇല്ലാത്ത തിരക്കുകളാ. നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ അബി? ഞാനെന്ത് വിളിക്കാൻ? നിനക്ക് ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല. നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോന്നാ ഞാൻ ചോദിച്ചേ. എടാ, ഞാൻ എന്ത് വിളിക്കാനാ നിന്റെ അടുത്ത്? ഹലോ. ആ സാർ, 4 മണിക്കല്ലേ? ഞാനെത്താം. ഓക്കെ. നീ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ നിന്നോടല്ലേ സംസാരിക്കുന്നേ. കട്ട് ചെയ്യടാ കോള്. എന്താ നിന്റെ പ്രശ്നം? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോന്നാ ഞാൻ ചോദിച്ചേ. പറയാൻ? എടാ, ഒരു കാര്യം പറയാനുണ്ട്. ഞാനത് വൈകുന്നേരം നിന്നെ കാണുമ്പോൾ പറയാന്ന് വിചാരിച്ചിരുന്നതാ. ഓ, വൈകുന്നേരം? ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിലോ? നീ എപ്പോ പറഞ്ഞാൻ എൻ്റെ അടുത്ത്? വേറൊരാൾ പറഞ്ഞിട്ട് വേണോ അബി നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ? എന്താ ഉണ്ടായേ? നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എടാ, ഒരു 6 മാസത്തേക്ക് ഞാൻ ബാംഗ്ലൂർ വരെ പോകുന്നുണ്ട്. അവിടെ പ്രീമിയം റിസോർട്ടിൽ എനിക്ക് ഓഫർ വന്നിട്ടുണ്ട്. അതായത് അവിടെ 6 മാസം നിന്ന് കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. നമുക്ക് എബ്രോഡ് പോയി സെറ്റിൽ ആവാം.
ഓ ബാംഗ്ലൂര്, അവിടെ ആകുമ്പോ പിന്നെ എന്റെ കൺട്രോളൊന്നും ഇല്ലല്ലോ. നിനക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, തോന്നിയ പെമ്പിള്ളാരുടെ കൂടെ പോയി നടക്കാം. എന്താ നീ പറയുന്നേ? എടാ ബാംഗ്ലൂരിലെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്തറിയാന്നാ? നീ ഒന്ന് കേട്ടോ ബി, നീ എവിടെയും പോകുന്നില്ല. അതല്ല, നിനക്ക് പോണമെന്നാണെങ്കിൽ പോവാം. എന്നെ മറന്നേക്കണം. എന്നെ മറന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇഷ്ടമുള്ളതാവാലോ. എന്നിട്ട് നിനക്ക് ബാംഗ്ലൂരോ എവിടാന്ന് വെച്ചാൽ ഏതെങ്കിലും പെമ്പിള്ളാരോടെ പോയി അഴിഞ്ഞാട്. അബി നിനക്ക് ചൂസ് ചെയ്യാം. ശരി എന്നാ. അമ്മു അളിയാ, ബാംഗ്ലൂർ പോകുന്നതിന്റെ കാര്യം എന്തായി? നീ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തായിരുന്നോ? ചെയ്യടാ, പിന്നെ ചെയ്യാം. അളിയാ, നീ സമയത്തിന് ബുക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും കിട്ടത്തില്ല. നീ പോകുന്നതിന്റെ കാര്യം റെഡിയാക്കാൻ നോക്കും. പിന്നെ ചെയ്യടാ, പിന്നെ ചെയ്യാം. നിനക്ക് എന്താ പറ്റി? വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? എടാ വീട്ടിലൊരു ഇഷ്യൂ ഇല്ല. വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാ, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ പോകുന്നതിൽ. പിന്നെ കാര്യം പറ. എടാ അമ്മൂന് ഞാൻ പോകുന്നതിൽ ഒട്ടും താല്പര്യമില്ല. അമ്മുവിന്റെ വാക്ക് നോക്കിയാണ് നീ ഇരിക്കണത്. നീ ഈ കാര്യത്തിൽ അമ്മുവിന്റെ വാക്കൊന്നും നോക്കാൻ നിൽക്കണ്ട. നിനക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ, നീ കയറി പോകാൻ നോക്ക്. എടാ അങ്ങനെ അല്ലടാ, അവള് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറയുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യം. നീ ബാംഗ്ലൂർ പോകുന്നതിന് അവള് ബ്രേക്കപ്പ് പറഞ്ഞ് പോന്നെങ്കിൽ പോട്രാ. അവള് ഇവിടെ വരാനും കിട്ടത്തില്ലേ? വരുന്നുണ്ട്. അബി നീ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? അല്ലെങ്കിൽ നിനക്കിപ്പോ എന്റെ കോൾ എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അബി നിന്റെ തീരുമാനം എന്തായി? അമ്മു, എൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് മനസ്സിലായി, നിന്റെ തീരുമാനം മനസ്സിലായി. നീ പോകാനായിട്ട് നിൽക്കുവാണെന്നുള്ള കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. എടാ ഇതെൻ്റെ പാഷനാ, എനിക്ക് അത്രയ്ക്ക് വലുതാ. അതുപോലെ വലുതാ എനിക്ക് നീ. നിന്റെ പാഷൻ വലുതാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ നിനക്ക് വലുതായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന വാക്കിന് നീ ഒരു വാല്യൂ തന്നേനെ. നീ നിന്റെ ഹാപ്പിനെസ് തേടി പോവല്ലേ? നീ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചല്ലോ. തീരുമാനിച്ചു. എങ്കിൽ ഞാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ നിമിഷം മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവത്തില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എന്റെ അമ്മ, നിനക്ക് വട്ടുണ്ടോ? നീ ഇത്ര ടോക്സിക് ആയിരുന്നോ? നീ എന്താ റിലേഷൻഷിപ്പ് എന്ന് കരുതി വെച്ചിരിക്കുന്നത്? ഒരാൾക്ക് പുറത്തു പോകാൻ സ്വാതന്ത്ര്യമില്ല, അവനവന്റെ കാര്യങ്ങൾ ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെയാണോ നീ ഒരാളെ സ്നേഹിക്കുന്നത്? എന്റെ ദൈവമേ, അവൻ എത്ര സ്നേഹിച്ചിരുന്നറിയോ നിന്നെ? സത്യം പറഞ്ഞ നിനക്ക് അവനെ കിട്ടാൻ ഒരു യോഗ്യതയില്ല. സത്യം പറഞ്ഞ നിനക്ക് അവനെ കിട്ടാൻ ഒരു യോഗ്യതയില്ല. വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ